ഇമെയിലല്ല. ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മളാദ്യമായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ഒരാൾക്ക് ഇംഗ്ലണ്ടിൽ ലെറ്റർ അയക്കത്തില്ലേ, അങ്ങനെ അയച്ചത് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് ഓർമ്മയുണ്ടോ? പണ്ട് ഈ ഗൾഫിലേക്കൊക്കെ പോകുന്നവരുടെ കാര്യം ഞാൻ പ്രധാനമായിട്ട് ആദ്യം പറയാം. കാരണം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ആ കാലത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഗൾഫിൽ ജോലി ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പം ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അത് നമുക്ക് ഇവിടുന്ന് നേരിട്ട് ഫ്ലൈറ്റൊന്നുമില്ല. അപ്പം വേറൊരു സ്ഥലത്ത് ബോംബെയിലൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെയാണ് ഫ്ലൈറ്റിന് പോവുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ലെറ്റർ അത് എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. അതിൻ്റെ കവർ എങ്ങനെയായിരുന്നു? ഒരു കവറുണ്ടല്ലോ, കവറിലിട്ടാണല്ലോ നമ്മൾ പേപ്പറിൽ എഴുതിയിട്ട് ആ കവറിലിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണല്ലോ അങ്ങോട്ട് അയക്കുന്നത്, ഇങ്ങോട്ട് വരുന്നത്. അപ്പം അതിനൊരു പ്രത്യേക കളറൊക്കെ ഉണ്ട് അതിൻ്റെ പുറമെ. ഒന്ന് ഓർത്ത് നോക്കി, രസമല്ലേ? 2-3 കളറിലെ ചരിച്ച വരയൊക്കെ പോലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണത് കാണാൻ തന്നെ. പിന്നെ ഇംഗ്ലണ്ടിന് അറിയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ പോസ്റ്റ്മാൻ വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച്, നമുക്ക് പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകാരായിട്ടിരുന്ന കോളേജിലൊക്കെ നല്ല കൂട്ടുകാരായിട്ടിരുന്നവരുടെയൊക്കെ എൻ്റെ ഡയറിയിൽ അവരുടെ അഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഫോൺ നമ്പറിലൊന്നും വിളിച്ചാൽ ഇപ്പം കിട്ടില്ലല്ലോ. ലാൻഡ് ലൈനിലൊക്കെ എപ്പോഴും കട്ടായിപ്പോയി പലതും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, കഴിഞ്ഞ ദിവസം ഡയറി ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ മിക്കവാറും എല്ലാവരുടെയും ഡീറ്റെയിൽസ് അഡ്രസ്സുണ്ട്. ഞാൻ കരുതി കുറച്ച് ഇംഗ്ലണ്ട് വാങ്ങിച്ചിട്ട് ഈ അഡ്രസ്സിലേക്കൊന്ന് ഒരു ലെറ്റർ അയക്കണം. അത് ഇരിക്കുമ്പോൾ ഒന്ന് അയച്ചു നോക്കാം, മറുപടി വല്ലതും വരുമോ എന്നറിയാം. ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളൊന്നും വയ്ക്കില്ല, ഉള്ള അഡ്രസ്സ് മാത്രം നമ്മളുടെ വയ്ക്കുക. ആരൊക്കെ അങ്ങോട്ട് മറുപടി അയക്കും എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പം ഞാൻ ഇവിടെ പോസ്റ്റ്മാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇംഗ്ലണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ? ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷം അല്ലേ. ഇപ്പോൾ ഇംഗ്ലണ്ടും സ്റ്റാമ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടെന്നല്ല, തീരെ അധികം ഇല്ലെന്ന് പറയാം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ബാങ്കിൻ്റെയോ മറ്റേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഓരോ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് അയക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് ഈ സ്റ്റാമ്പുകളും മറ്റും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പം ആ ഒരു കാലഘട്ടമേ മാറിപ്പോയി. ആദ്യം എന്തായിരുന്നു, അഞ്ചലോട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കില്ല അഞ്ചലോട്ടം. അപ്പം ഇങ്ങനെ ഒരു മണി ഇങ്ങനെ തെറ്റിക്കൊണ്ട് ഈ പോസ്റ്റ്മാൻ ഇങ്ങനെ ഓരോ ദേശം വഴി ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവിടെ അടുത്ത ആൾക്ക് കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. അഞ്ചലോട്ടക്കാരൻ എന്ന് പറയും. കൊണ്ടുപോകുന്ന പഴയ പോസ്റ്റ്മാനെയാണ് അങ്ങനെ പറയുക. അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് മിക്കവർക്കും അറിയാമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. കാരണം ചില ഈ അറിവുകൾ നാളെ അവർക്കൊരു PSC പരീക്ഷയുടെ സമയത്ത് ഇങ്ങനെ കഥകളിലൂടെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ കാണും. PSCക്ക് ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ 1 മാർക്ക് കിട്ടാൻ ഈ ഒരു കാര്യം ചിലപ്പോൾ സഹായമായി മാറും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സ്, അതിൽ ക്രിസ്മസ്, ഓണം ഇല്ലേ ആണ് പ്രധാനമായിട്ടും. അത് ന്യൂ ഇയർ, അത് ഈ ക്രിസ്മസും ന്യൂ ഇയറും അടുത്തടുത്തായതുകൊണ്ട് ഇതിന് രണ്ടിനും കൂടെ ചേർന്നിട്ട് ഒറ്റ കാർഡായിരിക്കും മിക്കവാറും. അപ്പോൾ എൻ്റെ ആങ്ങളമാരൊക്കെ വെളിയിലൊക്കെ ഉള്ള സമയത്ത് അവരയക്കാറുണ്ട്. കേരളത്തിന് വെളിയിൽ പോയിട്ടുണ്ട്, അല്ലാതെ ഇന്ത്യക്ക് വെളിയിലും പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ അയക്കാറുണ്ട്. അതിൽ മിക്ക കാർഡുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അതെടുത്തിട്ട് ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ ലെറ്ററുകൾ. എൻ്റെ അപ്പച്ചി കേരളത്തിന് വെളിയിലാണ് താമസിച്ചത്, ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പം അപ്പച്ചി ഇങ്ങനെ എൻ്റെ അച്ഛന് ലെറ്റർ അയക്കും. ആ ലെറ്ററുകളൊക്കെ ഇപ്പോഴും അച്ഛൻ മരിച്ചിട്ട് ഇത്രയും വർഷമായെങ്കിലും ഇപ്പോഴും അവിടെ സേഫായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം അപ്പം ലെറ്റർ വരുമ്പോഴത്തേക്കും ഞങ്ങളെ കൊണ്ട് ഉറക്കെ വായിപ്പിക്കും.
ആദ്യം അച്ചാച്ചൻ വായിക്കും, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് വായിക്കും. ഞങ്ങൾക്ക് അക്ഷരം അറിയാൻ കറക്റ്റായിട്ട് വായിക്കുന്നുണ്ടോ. അച്ചാച്ചൻ എന്തെങ്കിലും ആദ്യം വായിച്ചതുകൊണ്ട് എവിടെയെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ തെറ്റായിട്ടുണ്ടല്ലേ, അപ്പം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കും. അങ്ങനെ വായിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ലെറ്ററൊക്കെ ഞാനിങ്ങനെ എടുത്ത് വായിച്ചു. അക്ഷരങ്ങളും വാക്കുകളും അല്ലേ. അപ്പം അനിയത്തി ചേട്ടൻ അയക്കുന്നതാണ്. അപ്പോൾ അതിനകത്തിലുള്ള സ്നേഹവും പിന്നെ ഞങ്ങൾ കുഞ്ഞും പിള്ളേരല്ലേ, അപ്പോൾ ഞങ്ങളുടെ പഠിത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും. അന്ന് ഞാൻ ഇച്ചിരി മണ്ടിയാണ് പഠിക്കാൻ, എൻ്റെ അനിയൻ അങ്ങനെല്ലാം നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളിലാണ് എത്തിപ്പെട്ടത്. ഞാൻ കുറേ കൂടി പഠിച്ചുകൊണ്ട് പോകുന്നു, അവൻ പഠിത്തം അവിടെ മതി, എനിക്കിനും എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയുമായിട്ട് അവനും പോയൊരു വഴിക്ക്. അവൻ അവൻ്റേതായിട്ടുള്ള വരുമാന മാർഗം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോഴും അതിൽ പൂർണ്ണത നേടി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയല്ല. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് വശങ്ങൾ. ഞാൻ കൂടുതൽ പഠിച്ചു, അവൻ ആവശ്യത്തിനുള്ളത് പഠിച്ചിട്ട് അവൻ അവൻ്റെ മാർഗം നോക്കിപ്പോയി. ഞാൻ കുറേ പഠിച്ച് ഇവിടെ നിൽക്കുന്നു. അതാണ് വ്യത്യാസം. പിന്നെ പഠിത്തം എപ്പോഴും ഒരു അനുഗ്രഹമാണ്. പഠിച്ചതുകൊണ്ട് ആർക്കും ഒരു മോശവും സംഭവിക്കില്ല. നമുക്ക് ഇത്തിരി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ല, അത് നമ്മുടെ കരുത്തിൻ്റെ ഭാഗം കൂടിയാണ്, നമുക്കൊരു ധൈര്യമാണ്. ശരിയല്ലേ?